ഞങ്ങൾ നിൽക്കുന്നത് ഇപ്പോൾ കട്ടപ്പന മണ്ഡലത്തിലെ മേപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഇന്നത്തെ പര്യടനം തുടങ്ങുന്ന ദിവസമാണ്. രാവിലെ സ്വീകരണമൊക്കെ ഉണ്ടായിരുന്നു. നേരത്തെ തത്സമയം നമ്മൾ ആ ദൃശ്യങ്ങളൊക്കെ പ്രേക്ഷകരുടെ മുൻപിലേക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സ്വീകരണങ്ങളൊക്കെ ഏറ്റുവാങ്ങി ഇങ്ങനെ ആവേശത്തോടെ നിൽക്കുകയാണ് മന്ത്രി. നമ്മളോടൊപ്പം തത്സമയം ഇപ്പോൾ ചേരുന്നുണ്ട്. ഏതായാലും ഈ പ്രചരണ വിശേഷങ്ങളും മണ്ഡലത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ഫീഡ്ബാക്കും ഒക്കെ എന്താണ് എന്ന് നമുക്ക് അദ്ദേഹത്തോട് തന്നെ നേരിട്ട് ചോദിക്കാം. എങ്ങനെയുണ്ട് മിനിസ്റ്റർ മണ്ഡലത്തിൽ പ്രതികരണം? നന്നായി പോകുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളേക്കാൾ ഈ തെരഞ്ഞെടുപ്പ് എൻ്റെ മനസ്സിലെ ഒരു ഉത്സവ പ്രതീതിയാണ്. എല്ലായിടത്തും ജനങ്ങളുടെ സന്തോഷം, ആ നാടിൻ്റെ വികസന കുതിപ്പിനോടൊപ്പം നിൽക്കാൻ കഴിഞ്ഞതിലുള്ള സംതൃപ്തി, അതിൽ കൂടി ആത്മാവേശം എന്ത് വേണം? അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ കക്ഷി രാഷ്ട്രീയത്തെക്കാൾ ഉപരിയായിട്ടുള്ള ജനങ്ങളുടെ ഒരു പ്രതീതി അതെൻ്റെ മനസ്സിനെ ഏറെ സന്തോഷിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ കാൽനൂറ്റാണ്ട് കാലം ഈ നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കാൻ കഴിഞ്ഞത് ജനങ്ങൾക്കുള്ള സന്തോഷം വീണ്ടും വീണ്ടും വർദ്ധിക്കുന്നു എന്നുള്ളതിൽ കൂടുതൽ അഭിമാനകരമായൊരു നിമിഷം ഒരു തെരഞ്ഞെടുപ്പിലൊരു സ്ഥാനാർത്ഥി എന്ന രീതിയിൽ എനിക്ക് അനുഭവിക്കാനില്ല. അത് ഉഷാറായിട്ട് പോകണം. നല്ലത്. ആദ്യം ഈ മണ്ഡലത്തിൽ വന്നിറങ്ങി ഇപ്പോൾ 25 വർഷം തികയുകയാണ്. ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ വർഷവും ചെല്ലുന്തോറും ജനങ്ങളോടുള്ള ഒരു അടുപ്പവും സ്നേഹവും കൂടുകയാണോ? തീർച്ചയായിട്ടും. ഇന്നലെ പര്യടനം നടത്തിയ പഞ്ചായത്ത് കൊന്നത്തിരി പഞ്ചായത്താണ്. കൊന്നത്തിരി പഞ്ചായത്തിൻ്റെ പണിക്കും കൂടി ചെന്നിട്ട് കുരിശിങ്കിലേക്ക് കയറിപ്പോയപ്പോൾ ആ കുരിശിങ്കിലെ ജനങ്ങളുടെ ആത്മാവേശം കാണണമായിരുന്നു. അവിടെ എനിക്കിതിനു മുമ്പ് വാഹനത്തിൽ ചെന്നിറങ്ങി വോട്ട് ചോദിക്കാൻ കഴിഞ്ഞിട്ടില്ല. കമ്പിളി കണ്ടെത്തുന്ന കുരിശുകുത്തി കയറിപ്പോയി. ആദ്യം ആ കുരിശുകുത്തി ചെല്ലുന്നത് അവരൊക്കെ താഴെ ഇറങ്ങി വരും, സ്വീകരണം തരും. സ്ഥാനാർത്ഥിയല്ല MLA ആയിരുന്ന സമയത്തൊക്കെ തന്നെയും ഞാൻ അവിടെ കയറി പോയിട്ടുണ്ട്. പക്ഷേ സ്ഥാനാർത്ഥി പര്യടനത്തിൽ കാറിൽ ചെന്നിറങ്ങി വോട്ട് ചോദിച്ച രംഗം, അവരുടെ മനസ്സിലുണ്ടായ ആവേശം, കൊച്ചു കുഞ്ഞുങ്ങളടക്കം ആബാലവൃത്തം ജനങ്ങൾ, അതല്ലേ സന്തോഷം. ഇപ്പം കാമാക്ഷി പഞ്ചായത്തിൽ പാണ്ടിപ്പാറയിൽ നിന്ന് ആരംഭിച്ച് ഇരുകൂട്ടി, താഴത്ത് നീലുവയൽ, പ്രകാശ് വന്നിട്ട് ഞങ്ങൾ നേരെ പോയത് ഉപ്പുതോടിനാണ്. ഉപ്പുതോടിന് പോയ വഴിക്ക് കണ്ടൊരു കാഴ്ച എന്താ? കരിക്കുമേടെന്നൊരു സ്ഥലം. ആ കരിക്കുമേട്ടിൽ നാളിതുവരെ വാഹനം ഓടിയെത്താൻ കഴിഞ്ഞിട്ടില്ല. അത് BMBC നിലവാരമുള്ള റോഡാക്കി മാറി. 16 കോടി രൂപ മുടക്കി. മുഴുവൻ ആൾക്കാർ, ഇനി അവിടെ ഒരു വീട്ടിൽ പോലും ഒരാൾ പോലും ബാക്കിയിരിപ്പില്ല. ഇതൊക്കെയല്ലേ സന്തോഷം നൽകുന്നത്. പ്രചരണ രംഗത്തും അതുപോലെ തന്നെ നാടിൻ്റെ യഥാർത്ഥ ഉൾക്കാഴ്ചയും കാണാൻ കഴിയുന്ന സത്യസന്ധമായിട്ടൊരു വസ്തുതയാണ് തെരഞ്ഞെടുപ്പെന്ന് എനിക്ക് ബോധ്യപ്പെടുത്തിയപ്പോഴാണ്. നന്മയുള്ളവരാണ് ഇരിക്കുക, ഹൃദയത്തിലവർ സൂക്ഷിക്കും. ആ വിഷയത്തിന് മറ്റൊരു തലത്തിലും അവരെ കീഴടക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ആത്മാവേശവും സന്തോഷവും പ്രദാനം ചെയ്ത പ്രധാനപ്പെട്ട കാര്യങ്ങൾ, പറഞ്ഞ വാക്കുകൾ പാലിക്കപ്പെടാൻ കഴിഞ്ഞു. ഇനിയും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അത് അവർക്കുള്ളിൽ നല്ലവണ്ണം അറിയാം. ഗവൺമെൻറ്റിൻ്റെ ഓരോ ചെയ്തികളെയും വിലയിരുത്തും. സാമൂഹ്യക്ഷേമ പെൻഷൻ ഉൾപ്പെടെ, സ്ത്രീ സുരക്ഷാ പെൻഷന്, കുട്ടികൾ പഠിക്കുന്നവർക്ക് കൊടുക്കുന്ന സ്റ്റൈപ്പൻഡ്, ആശാ അംഗൻവാടി വർക്കർമാർക്ക് കൊടുക്കുന്ന വേതന വർധനവ്, ADSന് കൊടുക്കുന്ന പിന്തുണ, ഇതൊക്കെ എല്ലാ ഗ്രാമത്തിലെയും സാധാരണക്കാരായ ആൾക്കാരെ അനുദിനം എന്നതുപോലെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. അതിന് പരിഹാരം ഉണ്ടായ പിന്നെ ഈ നാട്ടിൽ വസിക്കുന്ന സാധാരണക്കാർക്ക് എന്താ പ്രശ്നം? അവരുടെ ജീവിതത്തിൻ്റെ സൂചികയിൽ മാറ്റം വരിക, അഭിമാനത്തോടെ അവർ മുന്നോട്ട് പോവുക. ആ അഭിമാനകരമായ ഒരു യാഥാർത്ഥ്യം നേടിയെടുത്തതിൻ്റെ സന്തോഷത്തിലൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിന് ഉത്സവ പ്രതീതി എന്നല്ല പറയാൻ പറ്റുക. യാതൊരു ബുദ്ധിമുട്ടില്ല. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി രാഷ്ട്രീയം പറയാൻ തോന്നുന്നു. ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകതയുണ്ട്. ഇന്ന് FCRA നിയമം പാർലമെന്റിന്റെ പരിഗണനയിലേക്ക് വരുന്ന ദിവസം കൂടിയാണ്. വലിയ ആക്ഷേപങ്ങൾ ആ നിയമത്തിനെതിരെ ഭേദഗതിക്കെതിരെ ഉയർന്നിട്ടുണ്ട്. അത് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിട്ടുള്ളതാണ് എന്ന വലിയ ആക്ഷേപം നിൽക്കുകയാണ്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് എന്താണ് പറയാൻ പറ്റുക? രാജ്യത്തിലെ ന്യൂനപക്ഷങ്ങളുടെ ജീവിതം കൂടുതൽ അരക്ഷിതാവസ്ഥയിലേക്ക് പോവുകയാണോ? അതൊക്കെ ചെയ്യാൻ പാടുള്ളതല്ലല്ലോ. മുഖ്യമന്ത്രി തന്നെ ആ കാര്യത്തിൽ നേരത്തെ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഗവൺമെൻറ്റിൻ്റെ നിലപാടുകളെക്കുറിച്ചും അതോടൊപ്പം തന്നെ ഈ നാടിൻ്റെ അവസ്ഥയെക്കുറിച്ചും. ഇവിടെയൊക്കെ മതേതര കാഴ്ചപ്പാടുകൾ കടം കൊടുക്കുന്നൊരു സംസ്ഥാനമല്ലേ. ഇവിടെ ജാതി മത വർഗവർണ്ണ ചിന്തകളെല്ലാം ഉണ്ടോ? ഇപ്പോൾ കോവിഡിൻ്റെ പശ്ചാത്തലം, അവിടെ തന്നെ പ്രകൃതി ദുരന്തം ഉണ്ടായപ്പം ഇടകലർന്ന ആൾക്കാർ ഒരുമിച്ച് അധിവസിക്കുന്ന ഒരു ജീവിത സാഹചര്യമുള്ള സ്ഥലമാണ് കേരളം. അതിലേറ്റവും കൂടുതൽ പ്രസക്തമായ സ്ഥലമാണ് ഇടുക്കി. ഇവിടെ ഇപ്പോൾ മുസൽമാൻ്റെ വീടാണോ, ക്രൈസ്തവൻ്റെ വീടാണോ, ഹൈന്ദവൻ്റെ വീടാണോ എന്നാരും നോക്കാറില്ല. അയൽവക്കത്ത് താമസിക്കുന്നവൻ അയൽവാസിയാണെന്ന് കണ്ട് ഏത് സമയത്ത് ഓടിയെത്തി സഹായഹസ്തം നീട്ടുന്ന ഒരു സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളല്ല വേണ്ടത്. എല്ലാ അവകാശങ്ങളെയും സംരക്ഷിക്കപ്പെടാനാണ് ഭരണഘടന. ആ ഭരണഘടനാ മൂല്യങ്ങളെ എതിർക്കുന്ന തലത്തിലുള്ള നീക്കങ്ങൾ നമ്മുടെ നാടിന് ഗുണകരമാണോ, രാജ്യത്തിന് ഗുണകരമാണോ? രസമായ കാര്യമുണ്ട്. അപ്പോൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് BJP നേതാക്കളോട് പ്രതികരണം ചോദിച്ചു. ഇപ്പോൾ സഭയിലെ പിതാക്കന്മാരൊക്കെ ഇതിനെതിരെ രംഗത്ത് വന്നൊരു സാഹചര്യമുണ്ടല്ലോ. അപ്പോൾ അവർ പറയുന്നത് നിങ്ങൾ, അതായത് LDF നിങ്ങളെ പറഞ്ഞു പറ്റിക്കുകയാണ്, അത്തരത്തിലൊരു ആശങ്കയുടെ ആവശ്യം നിങ്ങൾക്കില്ല എന്നാണ് അവർ പറയുന്നത്. നല്ല കാര്യം. പക്ഷെ അനുഭവവേദ്യം ഉണ്ടാകുമ്പോഴാണല്ലോ പറയുന്നത്. ഓരോ കാര്യങ്ങൾ അനുഭവിക്കുമ്പോഴാണല്ലോ പറയേണ്ടി വരുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ നല്ല കാര്യം. അതിനെ LDF എതിർത്തോ? LDF അതിനെ എതിർത്തില്ലല്ലോ.
സംശയങ്ങൾ ജനിക്കുന്നത് കൊണ്ട് ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള വിഷയം ഉണ്ടാകുമ്പോഴുള്ള ആശങ്കയിൽ നിന്നല്ലേ ഇത് പറയുന്നത്. ഉണ്ടാകാതിരിക്കട്ടെ. അപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെട്ടതും ഞങ്ങൾ ഉന്നയിക്കുന്നതും ശരിയാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടെങ്കിൽ സന്തോഷം മാത്രം. ഒരു കാര്യം കൂടി പറഞ്ഞു പോകാൻ തോന്നുന്നു. അതായത് ഇത്തവണ തെരഞ്ഞെടുപ്പിനകത്ത് ഏറ്റവും കൂടുതൽ മാധ്യമ ലോകത്ത് നിറഞ്ഞു നിന്നത് കേരള കോൺഗ്രസ് ആയിരുന്നു. മറ്റൊന്നുമല്ല, പലതരത്തിൽ ഇപ്പോൾ ചെയർമാനെയും മിനിസ്റ്ററെയും തമ്മിൽ രണ്ട് തട്ടിലാണെന്ന് കാണിക്കുന്ന തരത്തിൽ വരെ ഒരുപാട് വാർത്തകൾ നമ്മൾ കണ്ടതാണ്. ആ രീതിയിലൊരു സംഘടിതമായ ശ്രമം പാർട്ടിക്കെതിരെ ഉണ്ടായതായിട്ട് തോന്നിയിരുന്നു. ഞങ്ങളുടെ പാർട്ടിക്ക് അത് ഏശിട്ടില്ല. എന്തല്ല ഇപ്പം തന്നെ നടക്കണേ? ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഉയർത്തിക്കൊണ്ട് വരുന്നത് ആശയ വിഷയ ദാരിദ്ര്യം കൊണ്ടാണ്. നേരിട്ട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയ ഒരാളെ സമീപിക്കാൻ കഴിയാതെ വരുമ്പോൾ കുറുക്കു വഴികളിലൂടെ പിന്നിപ്പുണ്ടാക്കി ഇതൊക്കെ ശരിയാണെന്ന് ധരിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തും. കഴിഞ്ഞുപോയി. അതൊന്നും ഇനി ഈ രാജ്യത്ത് നടക്കില്ല. ഈ രാജ്യത്ത് കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് ഞങ്ങളുടെ തീരുമാനം എന്താ? ഞങ്ങൾ അടിയുറച്ച് നിൽക്കുന്നൊരു പാർട്ടിയാണ്. മാണി സാറിൻ്റെ ആത്മാവിലാണ് ഈ പാർട്ടി നിലനിൽക്കുന്നത്. ഏപ്രിൽ 9 തെരഞ്ഞെടുപ്പ്. ഞങ്ങളുടെ പാർട്ടിക്ക് സത്യത്തിൽ എന്ത് ആത്മാഭിമാനമുള്ള നിമിഷം എന്നറിയാവോ? അദ്ദേഹത്തിൻ്റെ ആത്മാവ് കൂടിയുണ്ടെന്നുള്ള ബോധ്യമല്ലേ അദ്ദേഹത്തിൻ്റെ ചരമവാർഷിക ദിനത്തിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പ്. രാവിലെ ഞങ്ങൾ പോയി പുഷ്പാർച്ചന നടത്തിയിട്ടാണ് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്. കൃത്യമായ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് KM മാണി സാറിൻ്റെ ഓർമ്മകളിൽ കേരള കോൺഗ്രസ് എമ്മായത്. ആ എമ്മിന് കോട്ടം വരുത്താൻ ആർക്കും സാധ്യമല്ല. അതിൻ്റെ നേതാവാണ് ജോസ് കെ മാണി. ആ പാർട്ടി ഞങ്ങളുടെയൊക്കെ സാന്നിധ്യവും പ്രാതിനിധ്യവും നിലപാടും ഒക്കെ ആർക്കും കണ്ണിക്കാനായിട്ട് കഴിയുന്നതല്ല. ഞങ്ങൾ നിലകൊള്ളുന്നത് ഒരു നിലപാടിന് വേണ്ടിയാണ്. ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ജനങ്ങളുടെ സഹകരണത്തിൻ്റെയും നിലനിൽപ്പിനും വേണ്ടിയാണ്. അതോടൊപ്പം ഞങ്ങൾ ഉൾക്കൊള്ളുന്ന മുന്നണിയുടെ വിജയത്തിന് വേണ്ടിയാണ്. നിലനിൽക്കുന്ന സ്ഥലങ്ങളിൽ ആത്യന്തികമായ നിലപാട് പറയാനും ആ മുന്നണിക്ക് അനുകൂലമായി നിൽക്കാനും ആ മുന്നണിയുടെ തീരുമാനങ്ങൾ ജനങ്ങളിൽ എത്തിക്കാനും അത് ജനസൗഹൃദമാക്കി മാറ്റാനും ആവശ്യങ്ങൾ നേടിയെടുക്കാനും ഇക്കണ്ട കാലങ്ങളൊക്കെ ഞങ്ങൾ ചെയ്ത ഓരോ പ്രവൃത്തിയും LDF മുന്നണിക്കകത്ത് അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയിൽ നിന്ന് അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. ഗവൺമെൻറ്റിൽ നിന്ന് അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളെ ആ നിലയെ കാണേണ്ടതില്ല. പാർട്ടിക്കകത്തെ ഭിന്നിപ്പ് ആരും ആശങ്കപ്പെടേണ്ട. ഞങ്ങളുടെ പാർട്ടിയുടെ ഭിന്നിപ്പ് കൊണ്ട് ആരും സന്തോഷിക്കുകയും വേണ്ട. ജോസ് കെ മാണിയും റോഷിയും കേരള കോൺഗ്രസ് നേതാക്കന്മാരും എല്ലാം ഐക്യകണ്ഠി തന്നെ ഒറ്റക്കെട്ടായി പോകുന്നൊരു കാലഘട്ടം സമീപകാല കേരളം കണ്ട ഏറ്റവും വലിയ സന്തോഷകരമായ ഒരു അനുഭൂതിയാണ്. വെള്ളം അങ്ങ് വാങ്ങി വെക്കാൻ പറയാം. പണ്ടേ വാങ്ങി വെച്ച് കഴിഞ്ഞു. അപ്പോൾ ഓക്കെ, താങ്ക് യു. സന്തോഷം. എല്ലാവിധ ആശംസകളും. ഓക്കെ. അപ്പോൾ ഈ ഇടുക്കി മേപ്പാറയിൽ നിന്നാണ് നമ്മളിപ്പോൾ, കട്ടപ്പന മേപ്പാറയിൽ നിന്നാണ് സംസാരിച്ചത്. മന്ത്രി നമ്മളോട് പ്രചരണത്തെക്കുറിച്ച്, ഒപ്പം തന്നെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ വിശദമായി സംസാരിച്ചു. ഒപ്പം മാധ്യമങ്ങളൊക്കെ വലിയ തോതിൽ ആഘോഷിക്കാൻ ശ്രമിച്ച അവരുടെ പാർട്ടിയെക്കുറിച്ചുള്ള വാർത്തകൾ അതിലൊക്കെ വളരെ വിശദമായി തന്നെ പ്രതികരണം നൽകുകയുണ്ടായി. ഇന്നിപ്പോൾ കാഞ്ചിയാർ പഞ്ചായത്തിലൂടെയുള്ള റോഷി അഗസ്റ്റിൻ്റെ പ്രചരണ പരിപാടികൾ, പര്യടന ജാഥ തുടങ്ങാൻ പോകുന്നു എന്നതാണ് ഈ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതിൻ്റെ ഒരു ആവേശമാണ്. നമ്മൾ ഈ നിൽക്കുന്ന ജംഗ്ഷനിൽ നിന്ന് അല്പം താഴേക്കിറങ്ങി അല്പസമയത്തിനകം തന്നെ അവരുടെ പര്യടന ജാഥ ആരംഭിക്കും. മന്ത്രി വാഹനത്തിൽ കയറി കഴിഞ്ഞിരിക്കുന്നു. അവരുടെ ജാഥ പോകാനുള്ള തയ്യാറെടുപ്പുകൾ, പ്രചരണ വാഹനം പോവുകയാണ്. തൊട്ട് താഴെ പ്രവർത്തകരൊക്കെ കാത്തു നിൽക്കുന്നുണ്ട്. നേരെ അങ്ങോട്ടേക്ക് പോവുകയും ചെയ്യും. സിന്ദൂരി, അപ്പോൾ ഇതാണ് ഈ സമയം നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ശരി, വ്യക്തമാണ് മനു. മനു പറഞ്ഞതുപോലെ തന്നെ ഓരോ ഇടത്തും നമ്മൾ കാണുന്ന കാഴ്ചകൾ അത്രയധികം ഇടതുപക്ഷത്തിന്റെ വിജയം ഉറപ്പാക്കിക്കൊണ്ടുള്ള കാഴ്ചകളാണ്. മനുവിന്റെ വോട്ട് പ്രദക്ഷിണത്തിൽ റോഷി അഗസ്റ്റിനായിരുന്നു നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. ആ വാക്കുകളാണ് നമ്മൾ കേട്ടതും.